യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഏതാനും രംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാ? ഫോൺ 24 മണിക്കൂർ ഫോണിലാണ്. നിങ്ങൾ കേട്ടിട്ടേ നിങ്ങൾ ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രം മാത്രം വായിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഉള്ളതായിരുന്നു. ഇപ്പോഴും കുട്ടിയെ വഴക്ക് പറയൊക്കെ അറിയാതെ. നല്ല പഠിക്കുന്ന കുട്ടി അവിടെ നിന്ന് പഠിക്കുമായിരിക്കും. എപ്പോഴും നീ ഇതെങ്ങനെയാണ്? നിങ്ങൾ എപ്പോഴും അവർക്ക് സൈഡ് പറഞ്ഞത് വേണം മോള് ഒരു രീതിക്കും നമ്മളെ വഴിയിൽ വരാത്തത്. നിനക്ക് തോന്നുന്നതാ. അവൾ എപ്പോഴും അവിടെ നിന്ന് പഠിക്കും. ഞാൻ ഇപ്പോഴും കണ്ടതല്ലേ ഉള്ളൂ. ഞാനിപ്പോ തോന്നിട്ട് റൂമിന്റെ വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് മോൾ ആരോടെ ഫോണിൽ സംസാരിക്കുകയാണ്. അത് നിന്റെ തോന്നലാണ്. അവൾ എന്തോ പഠിക്കുന്നത് നോക്കിയതായിരിക്കും. നിങ്ങളായി നിങ്ങളെ മോളെ നിങ്ങൾ എന്തോ ചെയ്തു. വീട്ടിലമ്മ കാത്തിരിക്കുന്നുണ്ട്. അച്ഛനോട് ചോദിക്കട്ടെ. ഹലോ അച്ഛ. ആ പറയും മോളെ. അച്ഛനാ വരാൻ ലേറ്റ് ആവും. എന്ത് പറ്റി മോളെ? ഒരുപാട് താമസിക്കരുത് കേട്ടോ. അമ്മ വഴക്ക് പറയും. വേഗം എത്തണം കേട്ടോ. ഓക്കെ അച്ഛാ. ശരി മോളെ. എന്താ കഷ്ടം ലേറ്റ് ആയത്? സോറിയില്ല, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ. ഇനി ഇവിടെ അമ്മയെ കണ്ടില്ലല്ലോ. നമ്മൾ പുറത്ത് പോയി. അമ്മക്ക് എന്നെ കാണണമെന്നല്ലേ പറഞ്ഞേ? പുറത്ത് പോയിട്ട് ഇപ്പൊ വരും. എപ്പോ എത്തും? കുറച്ച് കഴിയും. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, കളിക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ജ്യൂസ് കുടിച്ചു. ഒരു ഗ്ലാസ് കൂടി കിട്ടും. ജ്യൂസ് ആരോ കൊടുക്കുന്നു. ആരോ ഡോറ് മുട്ടുന്നു. അമ്മയാണോ? പോയി നോക്കൂ. അച്ഛാ. എടാ നീ അങ്ങനെയല്ലേടാ. നീ എത്ര നാളെ ഞാൻ തിരയുന്നു. മക്കൾ എവിടെ പോകുന്നുവെന്ന് എന്ത് ചെയ്യുന്നതെന്ന് മാതാപിതാക്കളെ നിങ്ങൾ അറിയണം. സ്നേഹിക്കാം, അത് അമിത സ്നേഹമാവരുത്. മക്കളായ നിങ്ങളുടെ അച്ഛനും അമ്മയും തരുന്ന ഒരു വിശ്വാസമുണ്ട്, അതാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇതുപോലുള്ള ചേർന്ന് നിൽക്കുന്നവരുടെ ശീലമായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം. മാറി നടക്കാം മാരകമായ ശീലങ്ങളിൽ നിന്ന്. ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ.